ഹായ്, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സബ്ജിയാണ്. ഉരുളക്കിഴങ്ങും പാലക്കും ഉപയോഗിച്ചിട്ടുള്ള ഒരു സബ്ജിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതത്ര കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷല്ല. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. ആലു പാലക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ആലു അല്ലെങ്കിൽ പൊട്ടേറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തിക്ക് പീസസ് ആയിട്ട്. പാലക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി, ലൈം ജ്യൂസ്, കായം, ജീരകം, ചുവന്ന മുളക്, ചെറുതായിട്ട് അരിഞ്ഞ സവോള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇത് കൂടാണ്ട് ഇത് കുക്ക് ചെയ്യാൻ കുറച്ച് എണ്ണയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി. അപ്പോൾ നമുക്ക് ആദ്യം ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കായം, വെളുത്തുള്ളി, പിന്നെ ചുവന്ന മുളകും ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ലൈറ്റായിട്ട് കളർ മാറുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ബ്രൗൺ ആവാൻ പാടില്ല, ലൈറ്റായിട്ടൊന്ന് കളർ മാറിയാൽ മതി. കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ആഡ് ചെയ്യാം. ചെറിയുള്ളി അല്ല, സവാള അരിഞ്ഞത്. ഈ സവാള ഒന്ന് കുക്കായി സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം. സവാള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ അത് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 6-7 മിനിറ്റ് പൊട്ടറ്റോ വേവുന്നവരെ കുക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറന്നു, അതുകൂടി നമുക്ക് ചേർക്കാം. ഉപ്പൊന്ന് കുറച്ച് ചേർക്കുക. എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് പാലക്ക് ചേർക്കാൻ പോവാണ്. പാലക്കിൽ ശകലം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ പൊട്ടറ്റോന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു 6-7 മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ടുണ്ട്, നല്ലോണം വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് പാലക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/4 കിലോ പാലക്കാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നും, പക്ഷെ നമ്മളിത് പാലക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നേർ പകുതി ഉണ്ടാവുള്ളൂ. മുഴുവൻ പാലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ക്വാണ്ടിറ്റി നേർ പകുതിയായി. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നമുക്കൊരു
5-6 മിനിറ്റ് കുക്ക് ചെയ്യാം. പാലക്ക ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. പാലക്ക റെഡിയായി. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഗരം മസാല ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നിർത്തിയിട്ട് ലൈം ജ്യൂസ് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. സിമ്പിളായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒഴിവാക്കാം. പക്ഷെ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഒരു സൈഡായിട്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ലേശം ഗരം മസാല ആഡ് ചെയ്താൽ ഒരു നല്ല ടേസ്റ്റ് വരും. ഇനി ഒരു അര നാരങ്ങയുടെ നീര് ഒഴിക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലക് ആലു റെഡിയായി, അല്ലെങ്കിൽ ആലു പാലക് റെഡിയായി. അപ്പോൾ ആലു പാലക് റെഡിയായി. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ കൂടെ ഒരു സൈഡായിട്ട് സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലടിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.